കണ്ണീർ കടലായി കരൂർ. അനീതിക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ യുദ്ധവിരുദ്ധ മുദ്രാവാക്യം ഉയർത്താനോ പട്ടിണി പരിഹരിക്കാനോ അഴിമതി പരിഹരിക്കാനോ അല്ല കഴിഞ്ഞ ദിവസം വിജയിയെ കാണാൻ ആളുകൾ തടിച്ചുകൂടിയത്. ഒരു നടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞത് എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെ. അധികാരത്തിന് വേണ്ടിയുള്ള ആൾക്കൂട്ട പ്രദർശനത്തിൽ അതിവൈകാരികതയുടെ ഇരകളായി മാറുന്നത് നിഷ്കളങ്കരായ മനുഷ്യർ തന്നെയാണ്. ഇവരുടെ ആരാധനാ കഥാപാത്രം തന്നെയാണ് വിജയ് എന്ന നടൻ. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ദുരനുഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കരൂരിൽ സംഭവിച്ചത്. ഇപ്പോഴിതാ അടിക്കടി ഇത്തരത്തിൽ താരങ്ങളെ കാണാൻ വേണ്ടി ഓടിയെത്തുന്ന ജനങ്ങളുടെ കൂട്ടവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരന്തങ്ങൾ തന്നെയാണ് അടിക്കടി ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ദുരന്തങ്ങളുടെ ഞെട്ടൽ മാറും മുമ്പാണ് വീണ്ടും ദക്ഷിണേന്ത്യ കണ്ണീരിലാവുന്നത്. കഴിഞ്ഞ ദിവസം നടന്നതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ബംഗളൂരിലും ഹൈദരാബാദിലും നടന്നത്. അതായത് വിരാട് കോഹ്ലിയെയും സംഘത്തെയും കാണാനെത്തിയ 11 പേരാണ് ബംഗളൂരിൽ മരിച്ചത്. അതേസമയം പുഷ്പ 2വിന്റെ റിലീസിനിടെ ഹൈദരാബാദിൽ തിക്കിലും തിരക്കിലും പെട്ട് അല്ലു അർജുൻ എത്തിയപ്പോഴേക്കും അപകടത്തിൽ ഒരാൾ മരിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ താരാരാധന ജീവനെടുത്ത സംഭവങ്ങളുടെ പട്ടികയിലേക്കാണ് ഇപ്പോൾ വിജയ് കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വർഷം ജൂൺ 4-ാണ് IPL കിരീടവുമായി ബന്ധപ്പെട്ട വിരാട് കോഹ്ലിയും സംഘത്തെയും കാണാൻ ബംഗളൂരു നഗരത്തിലേക്ക് ആരാധകർ ഒഴുകിയെത്തിയത്. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമെത്തിയ കിരീട നേട്ടം ആഘോഷിച്ച് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കും RCBക്ക് ജയ് വിളിച്ചും ആളുകൾ ഒപ്പം ചേർന്നു. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും എല്ലാം പങ്കെടുത്ത പരിപാടി. പോലീസ് നിയന്ത്രണവും അപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ നിയന്ത്രണങ്ങളും പാളി. തിക്കിലും തിരക്കിലും പൊലിഞ്ഞത് 11 ജീവനുകളാണ്. പോലീസിനെതിരെ അന്ന് രൂക്ഷമായ വിമർശനം ഉയർന്നു. ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാലാകട്ടെ ഇത്രയും വലിയൊരു അപകടം സംഭവിച്ച് അതിനെക്കുറിച്ച് RCB ക്യാപ്റ്റൻ വിരാട് കോഹ്ലി പ്രതികരിച്ചത് കഴിഞ്ഞ മാസം മാത്രമാണ്. അതേസമയം സിനിമാ ലോകത്തു പോലും ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു അപകടമായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ സംഭവിച്ചത്. അതെ, ഡിസംബർ 4-നായിരുന്നു പുഷ്പ 2 സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അപകടം സംഭവിച്ചത്. സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയപ്പോഴായിരുന്നു ജനം അദ്ദേഹത്തെ കാണാൻ തിക്കിത്തിരക്കിയെത്തിയത്. 35 വയസ്സുകാരി രേവതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അവരുടെ മകൻ 9 വയസ്സുകാരൻ ശ്രീതേജിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പോലീസ് അല്ലു അർജുനെതിരെയും സന്ധ്യ തിയേറ്റർ ഉടമകളെയും പ്രതികളാക്കി കേസെടുക്കുകയും ചെയ്തു. പിന്നീട് കേസുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ അല്ലു ഒരു രാത്രി മുഴുവൻ ജയിലിൽ കഴിഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം നേടി പിന്നീട് പുറത്തിറങ്ങി. സിനിമ റെക്കോർഡ് കളക്ഷൻ നേടിയിട്ടും മരിച്ച യുവതിയുടെ കുടുംബത്തിന് പുഷ്പ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ച ധനസഹായം കുറഞ്ഞെന്ന ആരോപണവും ഇതിനിടയിൽ ഉയർന്നുവന്നു. എന്തായാലും അതേസമയം അപകടത്തിൽ പരിക്കേറ്റ 9 വയസ്സുകാരനെ കാണാൻ സൂപ്പർ താരം അല്ലു അർജുൻ എത്തിയത് ഒരു മാസത്തിന് ശേഷമാണ്. ഈ 2 സംഭവവും കഴിഞ്ഞ ദിവസം നടന്ന ദുരന്തവുമായി സാമ്യങ്ങൾ ഏറെയുണ്ട്. 3 സംഭവങ്ങളിലും താരങ്ങളെ കാണാൻ എത്തിയവർക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. മരിച്ചവരെയും പരിക്കേറ്റവരെയും കാണാൻ ആദ്യ 2 സംഭവങ്ങളിലും താരങ്ങൾ തയ്യാറായത് ഏറെ വൈകിയാണ്. ബംഗളൂരിൽ ക്ലബ് അധികൃതരും ഹൈദരാബാദിൽ അല്ലു അർജുനും ഒരു ദിവസമെങ്കിലും ജയിലിൽ കഴിഞ്ഞു. എന്നാലാകട്ടെ കഴിഞ്ഞ ദിവസം തമിഴ്നാട് കരൂരിൽ സംഭവിച്ച അപകടത്തിൽ വിജയ്ക്കെതിരെ ഇതുവരെ കേസുപോലും എടുത്തിട്ടില്ല. വിജയ് സംഭവം ഉണ്ടായതിനു പിന്നാലെ ചെന്നൈയിലേക്ക് രാത്രി തന്നെ പോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് താരം. നിലവിൽ സർക്കാർ കേസുമായി മുന്നോട്ടു പോകുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇനി അറിയേണ്ട മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.